ഹായ്, വെൽക്കം ടു ട്രിപ്പ്. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉള്ളിലേക്ക് വാട്ടറിൻ്റെ വെള്ളം ലീക്ക് വരുന്നുണ്ട്, ഉള്ളിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അത് ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡും ഡ്രൈവർ സൈഡാണ് വെള്ളം നിൽക്കണേ. അത് ഏത് പറഞ്ഞാൽ വരണേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി 2-3 ആഴ്ചയായി. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മൾ ഒരു ഫ്ലാപ്പ് ഇട്ടു, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2 സൈഡ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നമ്മൾ പേസ്റ്റ് ഫില്ല് ചെയ്തു. അതും നമ്മൾ ചെയ്തിട്ട് നമുക്ക് സക്സസ് ആണെന്ന് തോന്നിയില്ല. അതുകൂടെ വെള്ളം വരുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഈ എ സിയുടെ ഈ പൈപ്പ് ഉണ്ട്. ഏത് പൈപ്പ് ഞാൻ കാണിച്ചു തരാം. എ സിയുടെയും മറ്റേ ഹീറ്ററിൻ്റെയും പൈപ്പ് ഉണ്ട്. ഈ 2 പൈപ്പും ഇതിനും നമുക്ക് ചെറിയ ഗ്യാപ്പുകളുണ്ട്. ആ വഴിക്ക് വെള്ളം ഒരു സ്പോഞ്ച് വെച്ച് അടച്ചിട്ടുള്ളവർ അത് കുതിർന്ന ഉള്ളിലേക്ക് വെള്ളം വരുന്നൊരു ഇതും കൂടി ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വേറെ ആരോ എന്നോട് ഈ ഞാൻ ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞു അങ്ങനെ വെള്ളത്തിന് ചാൻസ് ഉണ്ട്, അങ്ങനെ ആൾക്ക് വെള്ളം വരാറുണ്ട്, അയാൾ അത് ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ 2012 മോഡൽ നാനോന് അങ്ങനത്തെ ഒരു കവറിങ് ഇല്ല. അപ്പോൾ നമ്മളത് മാനുവലായിട്ട് നമ്മൾ മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടൊരു കവർ ഉണ്ടാക്കി നമ്മൾ ഫിക്സ് ചെയ്യണം അതിന്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊന്ന് വീട്ടിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഏസർ പൈപ്പാണ്. ഇപ്പോൾ ഇവിടെ സ്പോഞ്ചാണ് കണ്ടില്ലേ. ഈ സ്പോഞ്ച് വഴിക്ക് നമുക്ക് ലീക്കായിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറാം ഉള്ളിലേക്ക്. അതുപോലെ ഹീറ്ററിൻ്റെ പൈപ്പാണ്. ഇവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഓൾറെഡി അങ്ങനെയാണ്. പുതിയ മോഡൽ വണ്ടിക്കൊക്കെ ഇവിടെ അങ്ങനെ ഒരു കവറിങ് ഉണ്ട്. ഇതിനൊരു കവറിങ് വരുന്നുണ്ട് വെള്ളം വരാതിരിക്കാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ കവറിങ് ഇല്ല. ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അത് ഷോപ്പിൽ കിട്ടണില്ല. പിന്നെ ഷോറൂമിൽ കിട്ടുമെന്നൊക്കെ പറയണേ. അപ്പോൾ അത് കമ്പനി വണ്ടി ഇറക്കാത്തതുകൊണ്ട് നമുക്ക് അത് കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മളിത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മളെന്താ പറയുക, മാനുവലല്ല, നമ്മൾ ആയിട്ടൊരു കവറിങ് ഉണ്ടാക്കിയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാത്തിയാണ് അറിയില്ലേ, വെള്ളം നമുക്ക് ഈ ടസ് വർക്കറൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇടുന്ന സാധനമാണ്. വെള്ളം ചാടിച്ച് വിടുന്ന ഒരു പാത്തിയാണ് ഇത്. ഞാനൊരു എടുത്തു, മൊത്തം അളവ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചൂടാക്കിയിട്ട് നമ്മളിത് ഈ മോഡലാക്കി. ഈ മോഡലെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കി നിവർത്തി ഇങ്ങനെ ഒരേ ഷീറ്റ് പോലെ ആക്കി 2 ഹോളിട്ടു. അത് ഫിക്സ് ചെയ്യാണ് നമ്മൾ പോകണം. ഇവിടെ ടയർ വയ്ക്കാനുള്ള കട്ടിങ് വേണം, എല്ലാം അതിൻ്റെ ഇറക്കം കൂടുതലാണ്, അതിന് വേണ്ടി ചെയ്തു. അപ്പോൾ നമ്മളിതിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്കിത് ഫിറ്റാവും. നമുക്ക് കറക്റ്റ് ഫിറ്റപ്പോൾ നമുക്ക് നോക്കി കാണാം, കറക്റ്റ് ഫിറ്റാണ്. ടയറിൻ്റെ നമുക്കിവിടെ അങ്ങനെ ഹോൾ ചെയ്യാണ്ട് ഇതിങ്ങനെ അടഞ്ഞിരുന്നോളും. ഇത് നമ്മൾ ലോക്ക് ചെയ്യണം. നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്ക് പേസ്റ്റ് ചെയ്യും. നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നെറ്റ് ഊരിട്ടാണ് ഇടാൻ, ടൈറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ നെറ്റ് ടൈറ്റ് ചെയ്യും. പേസ്റ്റ് ഇതിൻ്റെ മുകളിലും ഇതിൽ നമ്മൾ തേച്ച് ഫില്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങി ഇതിലേക്ക് പോവില്ല. നമുക്ക് വെള്ളം ഇറങ്ങി ഇത് കൂടെ താഴത്തേക്ക് പോകും. അതുപോലെ ഈ സൈഡിൽ വെള്ളം ഇറങ്ങിയാലും പുറത്തേക്ക് പോകും. നമുക്ക് ആ സ്പോഞ്ചിൻ്റെ അടിക്ക് ഒരിക്കലും വെള്ളം വരില്ല. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാണ്. അത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ടയർ ഫിക്സ് ചെയ്യാൻ പറ്റും. ടയർ കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്, പക്ഷേ ടയർ ഇതിൽ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടച്ച് ചെയ്ത് നിൽക്കും, കുറച്ച് അമർന്നാലും കുഴപ്പമില്ല. അത് പ്ലാസ്റ്റിക് ആയ കാരണം കുറച്ച് അമർന്നാലും നമുക്ക് വിഷയം വരുന്നില്ല, നമുക്ക് ഇളക്കം വരുന്നില്ല. അപ്പോൾ നമ്മളിത് വെച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ നമുക്ക് ചെയ്യാനുള്ളത്. വേറെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ആ 2 സാധനം പേസ്റ്റ് ചെയ്തേണ്ട കാര്യം. അപ്പോൾ അതും പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ തോന്നൽ. നമുക്ക് നോക്കിയിട്ട് നോക്കാം ഞാൻ ഉണ്ടെന്നുള്ളത്. നമ്മൾ ഏത് പേസ്റ്റ് ഉപയോഗിച്ചെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഇതാണ് പേസ്റ്റ്, പയനിയറിൻ്റെ ഇതാണ്. ഇത് ഞാൻ 230 രൂപയ്ക്കാണ് മേടിച്ചത്. ഇത് നമ്മൾ സാധാരണ അങ്ങനത്തെ ഗണ്ണിൽ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുന്ന സാധാരണ ടൈപ്പ് തന്നെയാണ്. ഇത് വെച്ചാൽ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകണം. പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഇത് പേസ്റ്റിൽ പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യമായതുകൊണ്ട് ഞാനിത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളത് പാക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ നെറ്റ് ഊരി ടൈറ്റ് ചെയ്തു. അതിലൊക്കെ പേസ്റ്റ് വെച്ചിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് പേസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പരിപാടി സക്സസ് ആവുന്നതന്നെ ആയിരിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം, അടുത്ത വീഡിയോ ആയിട്ട്. ബൈ.